ഈ കലാസൃഷ്ടികൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നതും പ്രതിഷേധമുണ്ടാകുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായും ഭീഷണിയായുമൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ കൊച്ചി ലളിതകലാ അക്കാദമിയുടെ ഒരു പ്രദർശനത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവം അതിനും ഏറെ ഗൗരവമുള്ളതാണ്. കാരണം ഒരു കലാകാരിയുടെ സൃഷ്ടിയെ അപമാനിച്ചിരിക്കുന്നത് ഒരു കലാകാരൻ തന്നെയാണ്. ആ പ്രദർശനത്തിൽ ആ സൃഷ്ടിയെ വലിച്ചു കീറി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൊച്ചി ലളിതകലാ അക്കാദമിയിലെ പ്രദർശനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദർബാർ ഹാൾ കലാകേന്ദ്രത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ ഈ അന്യവൽകൃത ഭൂമിശാസ്ത്രങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനമാണ്. 3 മലയാളികൾ ഉൾപ്പെടെ 7 പേരുടെ സൃഷ്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഹനാൻ ബെനമ്മർ എന്ന നോർവീജിയൻ കലാകാരിയുടെ കലാസൃഷ്ടിയാണ് ഈ രീതിയിൽ കീറിയെറിയപ്പെട്ടത്. അത് ചെയ്യുന്നത് ഒരു കലാകാരനായ കേരളത്തിലെ തന്നെ പ്രമുഖ കലാകാരനായ PH ഹോഞ്ചിമിൻ ആണ് ഇങ്ങനെ ഈ കലാസൃഷ്ടികൾ പ്രദർശനത്തിന് വെച്ചിരുന്ന കലാസൃഷ്ടികൾ കീറിക്കളയുന്നത്. സുധാംശു എന്ന ഒരു കലാകാരനും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. 7 ലിനോക്കട്ട് ഗ്രാഫിക് പ്രിന്റുകളാണ് ഈ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് ഇങ്ങനെ കീറിയെറിഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച, അതായത് ഇന്നലെ സന്ധ്യയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഗ്യാലറി അടയ്ക്കാറായ സമയമായിരുന്നു. നേരത്തെ തന്നെ ഈ പ്രദർശനത്തിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. ഇതിൽ അശ്ലീലമാണ് പറയുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വിമർശനം ഉന്നയിച്ചവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ ഇന്നലെ ഒരു ആൾ ഒഴിഞ്ഞ സമയത്ത് ഗ്യാലറി അടയ്ക്കാറായപ്പോഴാണ് 2 ജീവനക്കാർ മാത്രമുള്ള സമയത്ത് ഇത്തരമൊരു നടപടി അവിടെ ഉണ്ടാകുന്നത്. പിന്നീട് അത് വലിയ വിവാദമായി മാറുന്നത്. ഹനാന്റെ, ഈ നോർവീജിയൻ കലാകാരിയായ ഹനാന്റെ ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന് പേരിട്ട സൃഷ്ടികളാണ് ഈ രീതിയിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പ്രിന്റ് പ്രദർശിപ്പിക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. നോർവേയിലെ തന്നെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽ നിന്നും തനിക്ക് നേരിട്ട വിദ്വേഷ പ്രസ്താവനകൾ ചേർത്ത് 2021 സിൽക്കിൽ ചെയ്ത ദ നോർവീജിയൻ ആർട്ടിസ്റ്റിക് ക്യാനൻ എന്നതാണ് ഹനാന്റെ പ്രദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദ നോർവീജിയൻ ആർട്ടിസ്റ്റിക് ക്യാനൻ ആണ് ഹനാന്റെ പ്രദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നത്. പ്രിന്റ് മേക്കിംഗ് രീതിയായ ലിനോക്കട്ട് ഉപയോഗിച്ച് റൈസ് പേപ്പറിൽ ഒരുക്കിയ ഗോ ഈറ്റ് യുവർ ഡാഡിൽ അതുപോലെ തന്നെ ഹനാൻ നേരിട്ട വിവിധ അധിക്ഷേപ വാക്കുകൾ അത് ഉൾപ്പെടുത്തി അതിൻ്റെ മലയാളം പതിപ്പായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ തർജ്ജിമ ചെയ്തിട്ടുള്ള ആയിരുന്നു നോട്ടീസ് പതിപ്പായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത്. ആരാണ് ഈ ഹനാൻ ബെനമ്മർ എന്ന് നോക്കിയാൽ ഓസ്ലോയിൽ താമസിക്കുന്ന ഒരു ഫ്രഞ്ച് കലാകാരിയാണ് ഹനാൻ. നോർവേ കേന്ദ്രീകരിച്ചാണ് ഹനാൻ്റെ പ്രവർത്തനങ്ങൾ. ഭൗമ, രാഷ്ട്രീയ, പാരിസ്ഥിതിക, സാമൂഹിക പ്രശ്നങ്ങൾ അതിനോടുള്ള പ്രതികരണമാണ് ഇവരുടെ കലാസൃഷ്ടി. ശബ്ദം, വീഡിയോ, ഇൻസ്റ്റലേഷനുകൾ, പ്രകടനങ്ങൾ, സംഗീതം, ശില്പം, പൊതുവിടങ്ങളിലെ ഇടപെടലുകൾ എന്നിങ്ങനെ വ്യത്യസ്ത കലാമാധ്യമങ്ങൾ ഇവർ തൻ്റെ ഈ കലാ ആവിഷ്കരണത്തിനായി, അവതരണത്തിനായി ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നോർവീജിയൻ സർക്കാർ 10 വർഷത്തെ ഒരു സാലറി അവാർഡ് നൽകുന്ന കലാകാരി കൂടിയാണ് ഹനാൻ. ഈ ഹനാന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, കലാസൃഷ്ടി നശിപ്പിച്ചത് ഏറെ ദുഃഖകരമായ സംഭവം എന്നതാണ് ഹനാൻ പറഞ്ഞത്. വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ അത് നേരിട്ടറിയിക്കാമായിരുന്നു. കലാകാരന്മാർ തന്നെ മറ്റൊരു കലാകാരനെ ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് പലതവണ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഹനാൻ പറയുന്നു. നമുക്കറിയാം, ഒരു വിദേശിയാണ്, നമ്മുടെ നാട്ടിലെത്തിയതാണ്. അതിഥി ദേവോ ഭവ എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ കാണുന്ന നമ്മുടെ നാട്ടിലാണ് അവരുടെ കലാസൃഷ്ടി അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. ആ സങ്കടം അവർ മാധ്യമങ്ങൾക്ക് മുന്നിലും പങ്കുവച്ചു. I don't know what to say. I hope artists can think twice before attacking other artists like this physically with their work. അപ്പോൾ ഇത് തനിക്കെതിരെയുള്ള ആക്രമണമാണെന്നാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നത് പറയുന്നു. നമ്മുടെ നാട്ടിലെത്തിയ ഒരു കലാകാരിയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മുൻ
ഭരണസമിതികളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നീക്കമുണ്ടായിട്ടുള്ളത് എന്നതുകൂടി മുരളി ചീരോത്ത് ആരോപണമായി ഉന്നയിക്കുന്നു. മാത്രവുമല്ല, ഹനാന് എല്ലാ തരത്തിലുള്ള നിയമപരിരക്ഷയും ഉറപ്പുവരുത്തും എന്നതുകൂടി അദ്ദേഹം പറയുകയാണ്. ലളിതകല അക്കാദമിയുടെ നിർവാഹക സമിതിയുടെ തീരുമാനപ്രകാരം നിയമപരമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നോർവീജിയൻ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്നത്, അതായത് 10 ആർട്ടിസ്റ്റുകളെ എല്ലാ വർഷവും അവർ 10 വർഷത്തിനായിട്ട് സാലറി കൊടുത്തുകൊണ്ടൊരു വലിയൊരു അവാർഡ് കൊടുക്കും. ആ വലിയ അവാർഡ് നേടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ നോർവീജിയൻ ഗവൺമെൻറ് അത് നിയമപരമായിട്ട് മുന്നോട്ട് നീക്കും. അപ്പോൾ PH ഹോജിമിൻ എന്ന കലാകാരനാണ് ഇതിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. 18-നാണ് ഈ പ്രദർശനം തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ ഇതിനെതിരെ വിമർശനങ്ങളുണ്ട്. തെറിയാണ്, അസഭ്യമാണ് ഇതിനുള്ളത് എന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ എതിർക്കുന്നവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്താണ് ഈ കലാസൃഷ്ടി തെരഞ്ഞെടുപ്പ്, അതിൻ്റെ മാനദണ്ഡം എന്താണ്? തെറിയാണോ കലയാകുന്നത്? അങ്ങനെയാണെങ്കിൽ നാളെ എന്ത് സംഭവിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഹോജിമിൻ ചോദിക്കുന്നു. കലയാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ നാളെ മറ്റൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനും അക്കാദമി അംഗീകരിക്കുമോ? എത്രയോ വർക്കുകൾ ഷോ നടത്താനായിട്ടെല്ലാം ഇവർ ജൂറി വെച്ച് ഉപേക്ഷിച്ച് കളയുന്നു. എന്നിട്ട് ഈ തെരുവാക്കുകൾക്ക് അവരെങ്ങനെ പ്രചോദനം കൊടുക്കുന്നത്? ഷോ നടത്താൻ വേണ്ടി അവരെങ്ങനെ സെലക്ട് ചെയ്തു? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് വ്യക്തമാക്കാൻ അക്കാദമി തയ്യാറാവണം. അതുകൊണ്ട് ഇവർ എന്തൊക്കെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, കേസ് കൊടുക്കട്ടെ, നിയമ നടപടി പോകട്ടെ. ഞാൻ ചെയ്തപ്പോഴും ശരി തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ലൈംഗികമോ അശ്ലീലമോ ഒക്കെ എങ്ങനെയാണ് കലയ്ക്ക് പുറത്താകുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. എല്ലാ കലാരൂപങ്ങളിലും ഇതൊക്കെ നമുക്ക് ഇഴചേർന്നിരിക്കുന്നതായി പലപ്പോഴും കാണാൻ, അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിദേശ കലാകാരിയുടെ സൃഷ്ടിയിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒരു അശ്ലീലം കാണുന്നു എന്ന ചോദ്യമുണ്ട്. അത് തർജ്ജിമയായതിനാൽ തന്നെ, അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് തർജ്ജിമയായതിനാൽ തന്നെ മോശം ഭാഷയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിൽ പോലും എങ്ങനെയാണ് ഇതൊന്നും തെറിയൊന്നും കലയല്ല, അശ്ലീലമൊന്നും കലയല്ല, ലൈംഗികതയൊന്നും കലയല്ല എന്ന് പറയാൻ പറ്റുന്നതെന്ന് അറിയില്ല. എന്തായാലും അവരുടെ അനുഭവങ്ങളാണ് അവർ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ഇത് ലൈംഗികമായ ഉള്ളടക്കമുള്ളവ എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ആ പ്രദർശനം അവിടെ സംഘടിപ്പിച്ചിരുന്നത് എന്നുകൂടി പറയുന്നു. നമുക്കറിയാം, സിനിമകളിലായാൽ പോലും അത്തരം മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് പ്രധാനം. അപ്പോൾ ആ ഒരു മുൻകരുതൽ അവിടെ സ്വീകരിച്ചിരുന്നു എന്ന കാര്യം കൂടി ലളിതകലാ അക്കാദമിയൊക്കെ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നടന്നത്, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ എന്നതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഒരു വിദേശ കലാകാരിക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുന്നു എന്നത് നമ്മളെ ചെറുതാക്കുന്ന, നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. അന്വേഷണവും നടപടികളും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സമയം, നേരം വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.